Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് TQM ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് 14 തരത്തിലുള്ള ടൂൾസുകളാണ്. ഫസ്റ്റ് വൺ പ്രോസസ് മാപ്സ്, ഹോക്ക് AOC ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, ഫോഴ്സ് ഫീൽഡ് അനാലിസിസ്, റൂട്ട് കോസ് അനാലിസിസ്, ഫിഷ് ബോൺ ഡയഗ്രാം, ലോസ് ഫങ്ഷൻസ്, പ്ലാൻ ഡു ചെക്ക് ആക്ട് PDCA സൈക്കിൾ, ബ്രെയിൻ സ്റ്റോമിംഗ്, 10 അഫിനിറ്റി ഡയഗ്രാം, interrelation diagram, tree diagram, prioritization matrices, activity network diagram. അതിൽ ഫസ്റ്റ് വൺ പ്രോസസ് മാപ്പ് എന്താണെന്ന് നോക്കാം. മാപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രധാനമായും നമുക്കറിയാം ചെയ്യുന്ന ഒരു കാര്യത്തിനെ ഒരു മാപ്പ് പോലെ കണക്ട് ചെയ്ത് നമ്മൾ ചെയ്യണം. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ആക്ടിവിറ്റി ഒക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നുള്ളതാണ് പ്രത്യേകത. ഇതൊരു വർക്ക് ഫ്ലോനെ കാണിക്കണം, ഒരു ഡയഗ്രമാണ്. ഒരു വർക്ക് ഇത്ര സമയത്ത് തുടങ്ങി ഇത്ര സമയം കഴിഞ്ഞ് അടുത്ത വർക്ക് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു ഫ്ലോ, ആ ഒരു വർക്ക് എങ്ങനെ പോകുന്നത് അതിൻ്റെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. കൃത്യമായിട്ട് ആ പ്രോസസ്സുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ആ സീരീസ് അതിനൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ആ ഒരു പ്രോസസ്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് മാപ്പ് പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും. കാരണം കൃത്യമായിട്ട് നമുക്ക് ഇതിനൊപ്പം എന്തൊക്കെ ചെയ്യണം, എപ്പോൾ തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് അപ്രോച്ചസ് ഉണ്ട് പ്രോസസ് മാപ്പിങ്ങിന്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് അതിൽ നമുക്ക് അറിയാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് എത്തുമ്പോഴും ആ പ്രോസസ്സ് എത്തുമ്പോഴും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കത് ഡ്രോ ചെയ്യാം, വരച്ചിട്ട് ആ പ്രോസസ് മാപ്പ് കാണിക്കാം. ആൻഡ് സഫിഷ്യൻറ്റ് ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളമാണ്, ഈ ഒരു മെത്തേഡ് തന്നെ എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ മാപ്പിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഡിഫക്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനാണ് പ്രോസസ് മാപ്പ്, അതായത് ഓരോ പ്രോസസ്സിനെ നമ്മൾ മാപ്പ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിലേസും എറേഴ്സൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ടാമത്താണ് പോക്ക് AOC. അതായത് ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്ന ബോത്ത് ടു പ്രിവെൻറ്റ് കോസസ്, നമുക്കിതിന് ഉണ്ടാവാനുള്ള കാരണം എന്താണോ, ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണം എന്താണോ ആ കാരണത്തിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക, തടയാൻ പറ്റുക. ആൻഡ് വിച്ച് വിൽ റിസൾട്ട് ഇൻ സബ്സീക്വൻറ്റ് ഒക്കറൻസസ് ഓഫ് എറേഴ്സ്. കാരണം അങ്ങനെ ഒരു തെറ്റ് പറ്റുമ്പോൾ അടുത്ത ആ പ്രോസസ്സിലെല്ലാം ഈ തെറ്റുകൾ അതുപോലെ തന്നെ ഒക്കർ ചെയ്തുകൊണ്ടിരിക്കും. അതങ്ങനെ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ടും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടാവും. ആൻഡ് വെദർ ടു അഡോപ്റ്റ് ഓർ റിജക്റ്റ് എ പ്രോഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് വരെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ജാപ്പനീസ് മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ്. ഇത് പ്രധാനമായിട്ടും എലിമിനേറ്റ് ചെയ്യുന്നത് കോസസ് ഓഫ് ആൻ എറർ അറ്റ് ദ സോഴ്സ്. എവിടെയാണോ തെറ്റ് പറ്റുന്ന ആ സോഴ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ തെറ്റിനെ കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ കുറേ പ്രശ്നമൊക്കെ ആയി കുറച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളത് അറിഞ്ഞ് അത് റിമൂവ് ചെയ്യാൻ നിൽക്കുന്നതിന് പകരം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കണ്ടെത്തിയിട്ട് ആ ഡിഫക്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുക, ഡിറ്റക്റ്റ് ചെയ്യുക എറർ എവിടെയാണോ സംഭവിച്ചത് ആ എറർ പെട്ടെന്ന് തന്നെ അതിനെ കണ്ടുപിടിച്ച് അതിന് വേണ്ട സൊല്യൂഷൻസ് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്പറേഷനിലേക്ക് എത്താനൊന്നും ഒരു വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ എവിടെയാണോ പ്രശ്നം അപ്പോൾ തന്നെ അത് സോൾവ് ചെയ്യുന്നു. ഈ ഒരു ടെക്നിക്കിൽ പ്രധാനമായിട്ടും ക്രിയേറ്റീവ് മെത്തേഡ്സ് ആണ് എലാബറേറ്റ് ചെയ്ത് കാണിക്കുന്നത്. കാരണം തിങ്സ് വിൽ ബി ഡൺ റൈറ്റ് ദ ഫസ്റ്റ് ടൈം. എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈമിൽ തന്നെ റൈറ്റ് ടൈമിൽ തന്നെ അത് ചെയ്യുക എന്നുള്ളത് ഇത് 100% ഗ്യാരണ്ടിയാണ്. ഈ ഒരു സിസ്റ്റം ഗ്യാരണ്ടി ഓഫ് റൈറ്റ്നെസ്, അത്രയും കൃത്യത അല്ലെങ്കിൽ ശരിയായൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ പറഞ്ഞിട്ട് SPC ചാർട്ടുകളൊക്കെ ഉണ്ട്, പാരറ്റോ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ഇതെല്ലാം നമുക്കിതിന് വേണ്ടിയിട്ട് ക്വാളിറ്റി കൃത്യമായിട്ട് തന്നെ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണ്. പിന്നെ ഫോഴ്സ് ഫീൽഡ് അനാലിസിസ്, ഇതൊരു ടെക്നിക്കാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈയിങ് ദ ഫോഴ്സസ് ദാറ്റ് ഹെൽപ്പ് ഓർ ഒബ്സ്ട്രക്റ്റ് എ ചേഞ്ച് യു വാണ്ട് ടു മേക്ക്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ആ ഒരു മാറ്റത്തിന് നമുക്ക് എത്രയും പെട്ടെന്ന് അത് മാറ്റം ഉണ്ടാക്കാനുള്ള ആ ഫോഴ്സ് എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്ന ഫോഴ്സ് എന്താണെന്നുള്ളതോ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ടു ഐഡൻറ്റിഫൈ ഡ്രൈവിംഗ് ആൻഡ് റീസ്ട്രെയിനിങ് ഫോഴ്സസ് ഒക്കറിങ് ഇൻ എ ചോസൺ പ്രോസസ്സ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രോസസ്സിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാനും വൈ ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് ഫങ്ഷൻ ആസ്, എന്തുകൊണ്ടാണ് ആ ഒരു പ്രത്യേക പ്രോസസ്സ് അങ്ങനെയൊക്കെ പ്രവർത്തിക്കപ്പെടുന്നത് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാം ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി ഓഫ് മേക്കിംഗ് ചേഞ്ച്. നമ്മളൊരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ അതിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അത് കറക്റ്റായിട്ടും കൃത്യമായിട്ടും നമുക്ക് അറിയാൻ പറ്റും. അതിന് എവിടെയാണ് നമ്മൾ ആ ഒരു എഫേർട്ട് ആവശ്യം വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ദ സപ്പോർട്ടിംഗ് ഫോഴ്സസ് ആർ പ്ലേസസ് വേർ അസിസ്റ്റൻസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ്.
എവിടെയൊക്കെയാണോ സഹായങ്ങൾ വേണ്ടത് അവിടെയൊക്കെ അതിനനുസരിച്ച് സപ്പോർട്ടിംഗ് ഫോഴ്സസിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ തന്നെയാണ്. കാരണം പല ഫോഴ്സുകളെ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് തന്നെ ഇത് കാണാൻ പറ്റുക. ആൻഡ് ആക്ഷൻസ് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തികളാണ് അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആ ഒരു ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അനാലിസിസ് ഓഫ് ദ ഫോഴ്സ് ഫീൽഡ് ഇൻവോൾവ്സ്. ഇനി നമ്മൾ ഈ ഒരു മെത്തേഡ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഡ്രൈവിംഗ് ഫോഴ്സസ് മേ ബി സ്ട്രെങ്തൻഡ്, വിച്ച് റീസ്ട്രെയിനിങ് ഫോഴ്സസ് മേ ബി എലിമിനേറ്റഡ്. നമുക്ക് ഏറ്റവും വേണ്ട ഫോഴ്സ് ഏതാണോ അതിനെ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരിക, ഏതാണോ ഏറ്റവും വേണ്ടാത്തത് അല്ല അതിനൊക്കെ എലിമിനേറ്റ് ചെയ്യാം, മിറ്റിഗേറ്റ് ചെയ്യാം, കൗൺട്രാക്ട് ചെയ്യുക, അതിന് പകരമായി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നോക്കുക. ഇതിനെയാണ് ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത് റൂട്ട് കോസ് അനാലിസിസ്. 5 whys ആണ്. 5 തരത്തിലുള്ള വൈ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. ഇതും ജാപ്പനീസ് പോപ്പുലറൈസ് ചെയ്തൊരു ടൂളാണ്. ഇതിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വൈ, എന്തുകൊണ്ട് അത് സംഭവിച്ചു. അൺടിൽ വൺ അൺകവേഴ്സ് ദ റൂട്ട് കോസ് ഓഫ് എ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആണെന്ന് വിചാരിക്കാം. ആ പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂലകാരണം, റൂട്ട് കോസ് പറഞ്ഞാൽ ഏറ്റവും അതിനെ ബാധിച്ചിരിക്കുന്ന അതിൻ്റെ റൂട്ടിൽ തന്നെ വന്ന ആ കോസ് എന്താണ്, കാരണം എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വൈ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് വാസ് പ്രൊഡ്യൂസ്ഡ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ദിസ് ഈസ് ടു ബി കോൺട്രാസ്റ്റഡ് വിത്ത് ദ യൂഷ്വൽ അപ്രോച്ച് ഓഫ് ജസ്റ്റ് ഫിക്സിങ് ദ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ഓർ റിപ്ലേസിങ് ഇറ്റ്. ആ ഒരു കാര്യത്തിന് നമുക്ക് യൂഷ്വൽ അപ്രോച്ചിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഫിക്സ് ചെയ്യുക, എവിടെയാണ് ഡിഫക്റ്റ് വന്നത്, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാം. ഈ മെത്തേഡ് മെയിനായിട്ട് പ്രോബ്ലം സോൾവിങ്ങിന് യൂസ് ചെയ്യുന്നു. അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്താനും ആ ഫോൾട്ട്, ആ തെറ്റുകളുടെ തുടക്കം അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ തുടക്കം എവിടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ഫിഷ് ബോൺ ഡയഗ്രാം അല്ലെങ്കിൽ ഇഷാക്കാവ ഡയഗ്രാം എന്നുള്ളതാണ് പറയുന്നത്. ഇത് കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാമാണ്. ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു ഔട്ട്കമ്മിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫിഷ് ബോൺ ഡയഗ്രാം യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു മീനിൻ്റെ മുള്ള് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇരിക്കും അതേപോലെ. അപ്പോൾ അതിൻ്റെ കോസ് എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് പറയാൻ പറ്റും. അതിൻ്റെ കാരണങ്ങൾ ആ ഒരൊറ്റ ഡയഗ്രത്തിൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏഴാമത്തെ പോയിന്റ് ലോസ് ഫംഗ്ഷൻ ആണ്. ലോസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ മെനി മാനുഫാക്ചറിങ് സിറ്റുവേഷൻസ് വൺ ക്രൈറ്റീരിയ ടോളറൻസ് ലിമിറ്റ്സ് ഫോർ എ പ്രോഡക്റ്റ്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തും ചില കാര്യങ്ങൾക്ക് ഒരു പരിധി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യുന്ന ഒരു പരിധി ഉണ്ടായിരിക്കും. പ്രൊഡക്ട്സ് ദാറ്റ് ഫോൾ ഔട്ട്സൈഡ് ഓഫ് ദ ലിമിറ്റ്, ആ ഒരു ലിമിറ്റിൻ്റെ അപ്പുറം പോവുകയാണെങ്കിൽ അത് ഡിഫക്റ്റീവ് ആണ്. ആൻഡ് ദോസ് ദാറ്റ് ആർ ഇൻസൈഡ് ദ ലിമിറ്റ്സ് ആർ ഡീംഡ് ടു ബി ഗുഡ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് അവിടെ ഫിക്സ് ചെയ്യണം. ഇത്രേൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഡിഫക്റ്റീവ് ആണ്, ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എന്നാണ് പറയുന്നത്. സെവറൽ ഡിഫിക്കൽട്ടീസ് എറൈസ് വിത്ത് ദിസ് അപ്രോച്ച്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു റീക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു ടെംപ്റ്റേഷൻ അവിടെ ഉണ്ടാവുകയാണ്. ജസ്റ്റ് ഔട്ട്സൈഡ് ദ ലിമിറ്റ്സ് ഇൻ ടു ദ ആക്സെപ്റ്റബിൾ കാറ്റഗറി. നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കാറ്റഗറിയുടെ പുറത്ത് നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, എസ്പെഷ്യലി ഇഫ് ദർ ഈസ് എ ഗ്രേറ്റ് പുഷ് ഫോർ ക്വാണ്ടിറ്റി. പ്രധാനമായിട്ടും ശരിക്കും ക്വാണ്ടിറ്റീനാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ നോക്കുക. രണ്ടാമതായി പറയുകയാണെന്ന് വെച്ചാൽ സെവറൽ പാർട്സിൻ്റെ അതിങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് പോവുക. സെക്കൻഡ് ദ അക്യൂമുലേറ്റീവ് എഫക്റ്റ് ഓഫ് സെവറൽ പാർട്സ് വിച്ച് ആർ ഓൾ ഓൺ ദ എക്സ്ട്രീം ലിമിറ്റ്സ് ഓഫ് ദ ആക്സെപ്റ്റബിലിറ്റി. നമുക്കത് ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്നൊരവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് പോകാനുള്ള അതിൻ്റെ റിസൾട്ട് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയാം, ഡിഫക്റ്റീവ് പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട്. ലോസ് ഫംഗ്ഷൻ ടൂൾ ഈസ് യൂസ് ടു റെക്കഗ്നൈസ് ദർ ഈസ് എ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എനി ഡീവിയേഷൻ ഫ്രം ദ ഐഡിയൽ വാല്യൂ. നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തിരിക്കുന്ന ആ വാല്യൂവിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് എന്തായിരിക്കും എന്നൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനാണ് ലോസ്, നഷ്ടം എന്നല്ലേ പറയുന്നത്. ലോസ് നഷ്ടമാണ്, അത് കണ്ടെത്തുക എന്നുള്ളത്. കാരണം നമ്മളൊരു കാര്യം, ഒരു പ്രൊഡക്റ്റ് ഇത്ര രൂപയ്ക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതിൽ നിന്ന് വല്ലാതെ ഡീവിയേറ്റ് ചെയ്തിട്ട് എമൗണ്ട്, ഇപ്പോൾ ഒരു 10 രൂപയ്ക്കാണ് ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും 20 30 രൂപ പോകുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ഡീവിയേഷൻ അവിടെ വരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കോസ്റ്റ് ഒരുപാടുണ്ടാവും, ചിലവ് ഒരുപാടുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ നഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ ആ ലോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം അറിയുക എന്നുള്ളതാണ് ഇവിടെ ലോസ് ഫംഗ്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ദ പ്ലാൻ ഡു സ്റ്റഡി ആക്ട്, PDSA സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ടൂളിനെ പറഞ്ഞ പേരാണ് ഷുവേർട്ട് സൈക്കിൾ എന്ന് പറയുന്നത്.
അതായത് ഡെമിങ് പോപ്പുലറൈസ്ഡ് ജിഞ്ച്, ഇതൊക്കെ ജപ്പാനിൽ വന്ന കാര്യങ്ങളാണ്. ഇതിൽ റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമിങ് സൈക്കിൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ടൂൾ പ്രധാനമായിട്ട് എംഫസൈസ് ചെയ്യുന്നത് ന്യൂ പ്ലാൻ ഫോർ ചേഞ്ച്, ഒരു മാറ്റം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയതായൊരു പ്ലാൻ വരുമ്പോൾ അതിനെ എംഫസൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് PDSA എന്ന് പറയുന്നത്. ഇറ്റ് ക്യാരീസ് ഔട്ട് ടെസ്റ്റ് ടു മേക്ക് ദ ചേഞ്ച് ഓൺ എ സ്മോൾ സ്കെയിൽ. ആദ്യം എന്ത് ചെയ്യും, വലിയൊരു മാറ്റം കൊണ്ടുവരുന്നൊരു കാര്യമാണ് വെച്ചാൽ ചെറിയ രീതിയിൽ അതൊന്ന് വർക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യും. ആൻഡ് ഫൈനലി സ്റ്റഡീസ് ദ റിസൾട്ട്സ് ടു ഡിറ്റർമിൻ വാട്ട് ഹാസ് ബീൻ ലേൺഡ്. അതിനുശേഷം നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ ആദ്യം ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ സൈക്കിള് വീണ്ടും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യും, ആവശ്യമാണെങ്കിൽ വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം പ്ലാൻ ചെയ്യുന്നു, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതൊന്ന് സ്റ്റഡി ചെയ്യുക, എന്നിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സൈക്കിൾ ഡിസ്ക്രൈബ്സ് ദ ആക്ടിവിറ്റീസ് എ കമ്പനി നീഡ്സ് ടു പെർഫോം ഇൻ ഓർഡർ ടു ഇൻകോർപ്പറേറ്റ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിരന്തരമായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി അവിടെ ചെയ്യുന്നത്. സർക്കുലർ നേച്ചറാണ് ഈ ഒരു സൈക്കിളിന് വരുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. സൈക്കിൾ ബേസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, തുടങ്ങിയോടെ തന്നെ അവസാനിക്കുക, വീണ്ടും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ഒരിക്കലും അവസാനം ഇല്ലാത്തൊരു പ്രക്രിയയാണിത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. കമ്പനീസിൻ്റെ വേറൊരു മെത്തേഡാണ്. ഇംപ്ലിമെൻറ്റ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. By studying business practices of companies considered best in class, this is called benchmarking. ഏറ്റവും നല്ലത് എബിലിറ്റി ടു ലേൺ ആൻഡ് സ്റ്റഡി ഹൗ അതേഴ്സ് ഡു തിങ്സ്. ഇപ്പോൾ ചിലപ്പോൾ നല്ല സക്സസ്ഫുൾ ആയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സ്റ്റഡി ചെയ്യുന്നു, അല്ലെങ്കിൽ അവരിന്ന് ലേൺ ചെയ്യുന്നു എങ്ങനെയാണ് ഡു തിങ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. നമ്മൾ തുടർച്ചയായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിജയിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കണം, അറിയണം. ബെഞ്ച്മാർക്ക് കമ്പനി ഡസ് നോട്ട് ഹാവ് ടു ബി ഇൻ ദ സെയിം ബിസിനസ്. നമ്മൾ ഏതിനെയാണോ നോക്കിയിട്ട് ചെയ്യുന്നത് വെച്ചാൽ അത് സെയിം ബിസിനസ് ആയിക്കോളണമെന്നൊന്നുമില്ല. ആസ് ലോങ് ആസ് ഇറ്റ് എക്സൈസ് അറ്റ് സംതിങ് ദാറ്റ് ദ കമ്പനി ഡൂയിങ് ദ സ്റ്റഡി വിഷസ് ടു ഇമിറ്റേറ്റ്. അപ്പോൾ നമ്മളൊരു കമ്പനി നടത്താമെന്ന് വിചാരിക്കുക, നമുക്കത് വേണ്ട വിധത്തിൽ സക്സസ്ഫുൾ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇതേപോലെ ഒരു കമ്പനിയും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വിജയിച്ച് നിൽക്കുന്ന കമ്പനികളുടെ ഒരു കാര്യങ്ങളും സ്റ്റഡി ചെയ്യാം. എന്നിട്ട് നമുക്കതിൽ ഏതാണോ ബെസ്റ്റ്, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ അത് ചെയ്യുന്ന മെത്തേഡിനെ എന്ത് പറയുന്ന ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഒരേ കമ്പനിയോ ഒരേ ഇൻഡസ്ട്രിയോ ഒന്നും വേണമെന്നില്ല, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു സക്സസ് എങ്ങനെ നേടുന്നു എന്നുള്ളതും കൂടി അവിടെ പഠിക്കണം. കാരണം ലേൺ ആൻഡ് സ്റ്റഡി, നമ്മളവിടെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് അത് എബിലിറ്റി ടു ലേൺ, നമുക്ക് എത്രത്തോളം പഠിച്ചെടുക്കാൻ പറ്റും, ആൻഡ് സ്റ്റഡി ഹൗ അതേഴ്സ് ഡു തിങ്സ്, എങ്ങനെയാണ് ഈ ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. 10ാമത്തെ പോയിന്റിൽ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. ഈ ഒരു പ്രോസസ്സ് ഭയങ്കര സ്റ്റേപ്പിൾ ഓഫ് ദ TQ മൂവ്മെൻറ്റ്. The concept is to invite participants to suggest a solution to a problem without any evaluation of the usefulness or correctness of their ideas. നമുക്കൊരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ച് ഈ ഒരു കാര്യം പറയണം. ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടതിന് സൊല്യൂഷൻസ് എന്താ തോന്നുന്നത്. കാരണം ആ പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ അവരെ പറയുന്ന ഐഡിയ കറക്റ്റ് ആണോ എന്നൊന്നും നോക്കില്ല. അവരുടെ നിന്ന് സൊല്യൂഷന് വേണ്ടിയിട്ട് അവരെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അപ്പം പല അപ്രോച്ചുകളും പോസിബിളാണ്. ഓപ്പൺ സജഷൻസ് ഉണ്ട്, റൊട്ടേറ്റിംഗ് സജഷൻ ഉണ്ട്, ബ്ലൈൻഡ് സജഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സെവറൽ കമ്പ്യൂട്ടർ ടൂൾസ് ദാറ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു അസിസ്റ്റ് ഇൻ ദിസ് പ്രോസസ്സ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പലതരം കമ്പ്യൂട്ടർ ടൂൾസും യൂസ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ടൈം ഫിക്സ് ചെയ്യാം. ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം, ആഫ്റ്റർ ഓൾ സജഷൻ ഹാവ് ബീൻ മെയ്ഡ്, എല്ലാ സജഷനും കേട്ടതിന് ശേഷം ദർ ഈസ് എ ഡിസ്കഷൻ ഓഫ് ദ വാല്യൂ ഓഫ് ദ സജഷൻസ്. ആദ്യം നമ്മളെല്ലാവരെയും വിളിച്ച് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഒരു പ്രോബ്ലം അവിടെ പറയുന്നു, എല്ലാവരുടെയും നിന്നും സൊല്യൂഷൻസ് വാങ്ങുന്നു. അത് അവർ കറക്റ്റാണോ യൂസ്ഫുൾ ആണോ ഒന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം കുറേ കമ്പ്യൂട്ടറിൻ്റെ ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു നിശ്ചിത ഇടവേള കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സജഷനെയൊക്കെ നമ്മളൊന്ന് എന്ത് ചെയ്യും, അത് വാല്യൂ ചെയ്യാം, ഡിസ്കഷനിലേക്ക് കൊണ്ടുവരികയാണ്. തന്ന സജഷൻ്റെയൊക്കെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന്. ഇതിനാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അഫിനിറ്റി ഡയഗ്രാം നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. അഫിനിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസ് ലാർജ് എമൗണ്ട്സ് ഓഫ് നോൺ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അല്ല നോൺ ക്വാണ്ടിറ്റേറ്റീവ് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻ ടു ഗ്രൂപ്പിംഗ്സ്
ബേസ്ഡ് ഓൺ നാച്ചുറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഐറ്റംസ്. നമ്മൾ എടുത്തിരിക്കുന്ന ഐറ്റംസ് തമ്മിൽ എത്രത്തോളം നാച്ചുറൽ റിലേഷൻഷിപ്പ് ഉണ്ട് അതിനനുസരിച്ച് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റീനെ ബേസ് അല്ല, നോൺ ക്വാണ്ടിറ്റേറ്റീവ് നമ്മുടെ ഐഡിയാസ്, ഒപ്പീനിയൻസ്, ഇഷ്യൂസ് അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇൻ എ വെരി ലൂസ് സെൻസ് ദ എഫിനിറ്റി ഡയഗ്രാം ഡസ് ഫോർ ഐഡിയ വാട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് ഫോർ നമ്പേഴ്സ്. നമ്മൾ നമ്പേഴ്സിന് വേണ്ടി എങ്ങനെയാണോ സ്റ്റാറ്റിസ്റ്റിക്സ് വർക്കൗട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അഫിനിറ്റി ഡയഗ്രാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഒരു റോ ഡാറ്റയിൽ നിന്ന് അതിൻ്റെ മീനിങ് യഥാർത്ഥ അർത്ഥം എന്താണെന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അഫിനിറ്റി ഡയഗ്രാം പ്രോസസ് ഈസ് ഓഫൺ യൂസ്ഡ് വിത്ത് റിസൾട്ട്സ് ഓഫ് ബ്രെയിൻ സ്റ്റോമിങ്. ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ എന്താണ് ഒരുപാട് പേരുടെ സജഷനൊക്കെ എടുത്ത് പിന്നെ നമ്മളത് വീണ്ടും അതിന് വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ചെയ്യുന്നതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് അഫിനിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഒരു റിസൾട്ട് എന്നും കൂടി പറയാം. ടു ഓർഗനൈസ് ദ റിസൾട്ടിങ് ഐഡിയാസ്, ആ നമ്മൾ കണ്ടെത്തിയ ഐഡിയാസിനൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ഒക്കെ നമുക്കിത് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇൻ്റർ റിലേഷൻ ഡയഗ്രാഫാണ് അടുത്തത്. ടൂൾ ടേക്ക് കോംപ്ലെക്സ് മൾട്ടി വേരിയബിൾ പ്രോബ്ലംസ്. പ്രധാനമായിട്ടും കോംപ്ലെക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, മൾട്ടി വേരിയബിൾ ഒന്നിലധികം വേരിയബിൾസ് ഉള്ള പ്രോബ്ലംസ് ചെയ്യുക, ഓർ ഡിസയേർഡ് ഔട്ട്കംസ് നമുക്ക് ഔട്ട്കംസ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ അനുസരിച്ച് എക്സ്പ്ലോർ ആൻഡ് ഡിസ്പ്ലേസ് ഓൾ ഇൻ്റർ റിലേറ്റഡ് ഫാക്ടേഴ്സ് ഇൻവോൾവ്. എല്ലാ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഇൻവോൾവ് ചെയ്തുകൊണ്ട് അതിനുള്ള ഡിസൈഡ് ഔട്ട്കം എന്താണ്, അല്ലെങ്കിൽ മൾട്ടി വേരിയബിൾ ആയിട്ടുള്ള പ്രോബ്ലം എങ്ങനെയാണ്, കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോബ്ലം എങ്ങനെയാണ്, അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഡയഗ്രാഫ്. ഗ്രാഫിക്കലി ഇത് കാണിക്കുകയാണ് ലോജിക്കൽ ആൻഡ് ഓഫൺ കോസൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ടേഴ്സ്. ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അവ തമ്മിലുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് എങ്ങനെയാണ്, യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് ദ റിസൾട്ട്സ് ഓഫ് എൻ അഫിനിറ്റി ഡയഗ്രാം ടു എക്സൈസ് ടു സീ കോസസ്. അപ്പോൾ ഈ ഒരു അഫിനിറ്റി ഡയഗ്രാം കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് തമ്മിലൊരു ബന്ധം അല്ലെങ്കിൽ റിലേഷൻ അവിടെ കാണിക്കാം. എന്തുകൊണ്ട് ഇതുണ്ടായി, അതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അത് സംഭവിച്ചപ്പോൾ നമുക്കുണ്ടായ മാറ്റങ്ങൾ എന്താണ്, ഇഫക്റ്റ് റിസൾട്ട് എന്തായിരുന്നു. ടു ഡിറ്റർമിൻ വൈ കറക്റ്റീവ് ആക്ഷൻ നീഡ്സ് ടു ബി അപ്ലൈഡ്, എന്തുകൊണ്ടാണ് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഈ ഒരു ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാം. ഇനിയുള്ളത് ട്രീ ഡയഗ്രാണ്. ഇത് സിസ്റ്റമാറ്റിക്കലി ഒരു മാപ്പ് ഔട്ട് തന്നെയാണ്. ഇൻക്രീസിങ് ഡീറ്റെയിൽസ്, ഫുൾ റേഞ്ച് ഓഫ് പാത്ത് ആൻഡ് ടാസ്ക് നീഡ് ടു ബി അക്കംപ്ലിഷ് ടു അച്ചീവ് എ പ്രൈമറി ഗോൾ ആൻഡ് റിലേറ്റഡ് സബ് ഗോൾ. ഒരു ഫേമിന് മെയിൻ ഗോളും ഉണ്ടാവും, അഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സബ് ആയിട്ടുള്ള കുറേ ഗോളുകൾ, അതെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വഴികളിലൂടെ എങ്ങനെ നമ്മൾ പോയാലാണ് എത്തുക എന്നുള്ളത്. അത് തന്നെയാണ് ഒരു ട്രീ, ഒരു മരം എങ്ങനെയാണോ അതിൻ്റെ പല ചില്ലകളും ശാഖകളും ഒക്കെ ആയിട്ട് എത്തുന്നത് ഒരേ സ്ഥലത്തേക്കാണ് ലാസ്റ്റ്. അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. ഗ്രാഫിക്കലി ഇറ്റ് റിസംബിൾസ് എൻ ഓർഗനൈസേഷൻ ചാർട്ട്. ഒന്നില്ലെങ്കിൽ ഒരു ഫാമിലി ട്രീ പോലെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചാർട്ട് പോലെയാണ്. പ്രധാനമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് പല ടാസ്ക് അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ആ ടാസ്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, ചെയ്യുന്ന കാര്യത്തിൻ്റെ ഫുൾ സ്കോപ്പ് എന്താണ്, ആ പ്രൊജക്റ്റിൻ്റെ നമ്മുടെ ഹൈറാർക്കി എങ്ങനെ വേണം, പേഴ്സണൽ ആണോ ബിസിനസ് സ്ട്രക്ചർ ആണോ, പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ, അതേപോലെ ഇൻപുട്ട് എന്താ ഐഡൻറ്റിഫൈ ചെയ്യുക, ഔട്ട്പുട്ട് എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രൊജക്റ്റിൻ്റെ പ്രൊസീജിയറും പ്രോസസ്സും ഒക്കെ എന്താണെന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ട്രീ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഇനി 14ാമത്തെ പോയിൻ്റാണ് പ്രയോറിറ്റൈസേഷൻ മെട്രീസസ് എന്ന് പറയുന്നത്. പ്രയോറിറ്റൈസേഷൻ മെട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടൂളാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതാണെന്ന് നോക്കുക. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇഷ്യൂസ് എന്തൊക്കെയാണ് നോക്കാം. പോസിബിൾ ആക്ഷൻസ് നമുക്കങ്ങനെ അതിൻ്റെ ബേസിൽ അഗ്രീഡ് ക്രൈറ്റീരിയയുടെ ബേസിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ നോക്കുക. വൈൽ ദീസ് ടൂൾസ് കനോട്ട് മേക്ക് ഡിസിഷൻസ്, പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ഇതിലൂടെ ഒന്നും നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. ദേ ക്യാൻ ഹെൽപ്പ് ടു എൻഷുർ ഓൾ ഫാക്ടേഴ്സ് ആർ ഇവാലുവേറ്റഡ്. ഈ പ്രയോറിറ്റൈസേഷൻ മെട്രിക്സ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്തോ അല്ലെങ്കിൽ അവയെല്ലാം നോക്കിയിട്ടിരുന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ഭാഗമാണ് ഈ പ്രയോറിറ്റൈസേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അത് ഇവാലുവേറ്റ് ചെയ്യുക, ലോജിക്കൽ ഡിസിഷൻസിലേക്ക് നമ്മൾ എത്തുന്നു. ഇതിനാണ് പ്രയോറിറ്റൈസേഷൻ മെട്രിക്സസ് എന്ന് പറയുന്നത്. കാരണം ഒരു പ്രോബ്ലം എന്താണോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെയും യൂസ് ചെയ്തുകൊണ്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ സാധ്യതകളെല്ലാം മുഴുവനായിട്ട് പരിശോധിക്കുക. ടാസ്കിന് ഏതിനൊക്കെയാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, പോസിബിൾ ആയിട്ടുള്ള ആക്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. 15ാമത്തെ പോയിന്റിൽ ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രാം. ദിസ് ക്ലാസ് ഓഫ് ടൂൾസ് ഇൻക്ലൂഡ് എ വൈഡ് റേഞ്ച് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂൾസ് യൂസ്ഡ് ടു പ്ലാൻ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഷെഡ്യൂൾ ഫോർ എ കോംപ്ലെക്സ് പ്രോജക്റ്റ്. ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഈ ക്ലാസ് ഓഫ് ടൂൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന വൈഡ് റേഞ്ച് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂളാണതിൽ. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കോംപ്ലെക്സ് പ്രോജക്റ്റിനൊക്കെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതാണ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി.
ടിപ്പിക്കൽ എക്സാമ്പിൾസ് ഗാൺ ചാർട്ടും പെർട്ട് ചാർട്ടും. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്കാണ് ഈ ഒരു ചാർട്ട് വഴി നമുക്ക് അറിയാൻ പറ്റുക. പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ട സമയങ്ങളിലൊക്കെ റിവ്യൂ ചെയ്യാനും ഒക്കെയാണ് പറ്റുക. ഈ ടൂള് വലിയ വലിയ പ്രൊജക്റ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കംപ്ലീഷൻ ടൈം അറിയാൻ വേണ്ടിയിട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മെത്തേഡ് വേണം ഈ ഒരു പ്ലാനിനെ ജഡ്ജ് ചെയ്യാം. ആൻഡ് സെവറൽ എക്സലൻറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എക്സിസ്റ്റ് ഫോർ ഓട്ടോമേറ്റിംഗ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട TQM ടൂൾസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഈ ഒരു TQM കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്, നമ്മളിതിങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്കറിയാം, പ്രധാനമായിട്ടും ഡിഫക്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, വേസ്റ്റേജുകളുണ്ടോ, അതെല്ലാം ഒരു പരിധി വരെ നമ്മൾ ഈ രീതി അഡോപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഒപ്പം തന്നെ ഈ പോരായ്മകളൊക്കെ നികത്താൻ നമുക്കവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻ ആഡക്വേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു, കുറേ പ്രോസസ്സും ചാർട്ടും മാപ്പിംഗ് ഒക്കെ പറയുമ്പോൾ തന്നെ അതിൽ എന്താ അറിയാം, നമുക്ക് ആക്ടിവിറ്റി ഒന്നൊന്നിനോട് കണക്ട് ചെയ്ത് പോകുന്ന അറിയാം, പ്രോസസ്സുകൾ അറിയാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെ ആരൊക്കെ എപ്പോൾ കാണണം, എന്തൊക്കെ പറയണമെന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ അവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റിൽ അഷ്യൂർസ് ബെറ്റർ ക്വാളിറ്റി പെർഫോമൻസ് ഇൻ എവറി സ്പിയർ ഓഫ് ആക്ടിവിറ്റി. ഓരോ ഘട്ടം കഴിയുന്തോറും അത് നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയോട് കൂടി പെർഫോം ചെയ്തു നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. കാരണം ഓരോ പ്രോസസ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടൂളുകളാണ് ഇതെല്ലാം. ഹെൽപ്സ് ഇൻ ചെക്കിംഗ് നോൺ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ആക്ടിവിറ്റീനെയും വളരെ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ നമ്മളത് നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്തറിയാൻ പറ്റും, നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ, വേസ്റ്റായ ടൈം, കോസ്റ്റ്, അല്ലേ, ആ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ നമുക്കവിടെ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഹെൽപ്ഫുൾ ഇൻ മീറ്റിംഗ് ദ കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാൻ വളരെ സഹായകരമാണ്. അതേപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, നല്ല രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക. കാരണം അവർക്ക് നല്ല രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കുക, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുക, സർവീസ് നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഹയർ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മാർക്കറ്റ് ഷെയറോടെ ഇൻക്രീസ് ആവും. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് തന്നെ കമ്പനിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ റെഡി ആവും എന്നുള്ളതാണ് പറയുന്നത്. ഒരു മൊറാലിറ്റി ഉണ്ടായിരിക്കുക. ഓൺഗോയിങ് ആൻഡ് പ്രൂവൺ സക്സസ് ആണ് ഇത് TQM എന്ന് പറയുന്നത്. ആൻഡ് പെർട്ടിക്കുലർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്, ഏതൊരു സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ എംപ്ലോയീസ് ആണ്, അവരുടെ ഡെഡിക്കേഷനാണ്, അവരുടെ ഹാർഡ് വർക്കാണ്. അപ്പോൾ ആ എംപ്ലോയീസിന് ഒരു മൊറാലിറ്റി അവിടെ ഉണ്ടാവുക. അങ്ങനെ നല്ല രീതിയിൽ പോവുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എല്ലാ എംപ്ലോയീസിനും നല്ല ഉഷാറായിട്ട് രാവിലെ വന്ന് വർക്ക് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതുവഴി നമുക്ക് എംപ്ലോയീസിൻ്റെ ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റുക. വീണ്ടും വീണ്ടും എപ്പോഴും നിലവിലുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട അവസരം ഉണ്ടാവാതിരിക്കുക, പുതിയ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം, അപ്പോൾ അതിനൊക്കെ വേണ്ടി വരുന്ന ചിലവും അതൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു മൊറാലിറ്റി അവിടെ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. പ്രൊഡക്ടിവിറ്റിനെയൊക്കെ ആക്സലറേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കൊണ്ടുപോകാം. പ്രൊഡക്ടിവിറ്റിയൊക്കെ നല്ല രീതിയിലെ ഉൽപ്പാദനമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ TQMൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇത്രയും ടൂൾസൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഒരുപാട് എക്സ്പെൻസീവാണ്. അഡീഷണലായിട്ട് ഇതിന് വേണ്ട ട്രെയിനിങ്ങൊക്കെ കൊടുക്കുമ്പോൾ അതിനുള്ള കോസ്റ്റ്, ടീം ഡെവലപ്പ് ചെയ്യാനുള്ള കോസ്റ്റുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കോസ്റ്റ്, കൺസൾട്ടേഷൻ നടത്തേണ്ടി വരും, അവർക്ക് കൊടുക്കുന്ന ഫീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറച്ച് ചിലവ് അധികം വരും. ഡിസ്കറേജസ് ക്രിയേറ്റിവിറ്റി. പിന്നെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പം ഓരോ വ്യക്തികൾക്കും അവരുടേതായ ആശയങ്ങൾക്ക് അവിടെ വാല്യൂ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ ഡിസ്കറേജ് ചെയ്യപ്പെടുന്നു. കാരണം ന്യൂ ഐഡിയാസൊക്കെ പോസിബിളി ഇമ്പ്രൂവ് പ്രൊഡക്ടിവിറ്റി, ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള മെത്തേഡ് മാത്രം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കറേജ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ഡിസ്ട്രപ്ഷൻ. ഈ TQM നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്, നല്ല രീതിയിൽ തന്നെ അവിടുത്തെ എംപ്ലോയീസിന് ട്രെയിനിങ്ങും കൂടി ഒപ്പം കൊടുക്കേണ്ടി വരും. ആൻഡ് ദീസ് റിക്വയർസ് ദം ടു ടേക്ക് സം ടൈം. അങ്ങനെ വരുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി പോകുമ്പം അവിടെ ഡേ ടു ഡേ വർക്കുകൾ അതെല്ലാം അവിടെ പെൻഡിങ് വരാനും അത്തരത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ പ്രൊഡക്ഷനൊക്കെ തടസ്സപ്പെടാനുള്ള ഒരു ചാൻസ് അവിടെ വരുന്നുണ്ട്. പിന്നെ വർക്കേഴ്സിൻ്റെ ഔട്ട്പുട്ടിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എപ്പോഴും ഇങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റുകൾ വരികയാണെന്ന് വെച്ചാൽ ലീഡ് ടൈമൊക്കെ റെഡ്യൂസ് ചെയ്യും, അതുപോലെ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാം, പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. ബിഗിനിങ് സ്റ്റേജൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് നല്ലതാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ വർക്കർ ഔട്ട്പുട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. എംപ്ലോയി റെസിസ്റ്റൻസ്.
ഈ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് പഠിച്ച ഒരു ലെവലിലെത്തി റെഡി ആകുമ്പോഴായിരിക്കും അടുത്ത മാറ്റം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മെത്തേഡ്സ്, ഒരു ജോബ് പെർഫോം ചെയ്യുന്ന മെത്തേഡ്, അതെല്ലാം ചേഞ്ചസോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഫക്റ്റീവായിട്ട് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ TQM പല ആളുകൾക്കും വർക്കേഴ്സിനും വളരെ ഫിയർഫുള്ളായി തോന്നാം. നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. അവരുടെ പ്രതിഷേധത്തിന് അവിടെ ഇടയാക്കുന്നു എന്നുള്ളതാണ്. വെൻ വർക്കേഴ്സ് റെസിസ്റ്റ് ദ പ്രോഗ്രാം ഇറ്റ് ക്യാൻ ലോവർ എംപ്ലോയി മൊറേൽ. പല വർക്കേഴ്സും ചിലപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ എംപ്ലോയി മൊറാലിറ്റി ഒക്കെ അവിടെ കുറയും. ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ അവിടെ ഓട്ടോമാറ്റിക്കായി കുറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പറയണം. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത ഒരു കംപ്ലീറ്റ് ടോപ്പിക് TQM ബേസിക് കോൺസെപ്റ്റും കഴിഞ്ഞു. ഇനി അതിൻ്റെ ടൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൂൾസുകൾ 10-14 ടൂൾസുകൾ എന്താണെന്ന് നോക്കുക. ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടി നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്